ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം കനക്കുമ്പോൾ നിർണായകമായ ഒരു വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. ശബരിമല ശ്രീകോവിലിൽ സ്വർണം കെട്ടാൻ കൊണ്ടുപോയ വിലമതിക്കാനാകാത്ത യോഗദണ്ഡ് തിരികെ എത്തിയിട്ടില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരം. ശബരിമലയിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ പന്തളം രാജാവ് നടക്കിവെച്ച യോഗദണ്ഡ് ആണിത്. 2018 സ്വർണം കെട്ടാൻ കൊണ്ടുപോയ യോഗദണ്ഡ് ഇതുവരെയും തിരികെ എത്തിയിട്ടില്ല. അന്ന് ദേവസ്വത്തിന്റെ തീരുമാനപ്രകാരമായിരുന്നു യോഗദണ്ഡിൽ സ്വർണം കെട്ടിക്കാനും രുദ്രാക്ഷമാലയിൽ സ്വർണം പൂശാനുമുള്ള തീരുമാനം എടുക്കുകയുണ്ടായത്. എന്നാൽ ഇവ പുറത്തു കൊണ്ടുപോകുന്നതിന് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നില്ല. ഒപ്പം ഇവയുടെ തൂക്കം പോലും പരിശോധിച്ചിരുന്നില്ല എന്നതാണ് വിവരം. അയ്യപ്പ പ്രതിഷ്ഠാ സമയം മുതലുള്ള അതിപുരാതനമായ യോഗദണ്ഡ് 2018 സ്വർണം കെട്ടാൻ കൊണ്ടുപോയതാണ്. എന്നാൽ തിരികെ എത്തിച്ചത് പുതിയ യോഗദണ്ഡായിരുന്നു. എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായ കാലത്താണ് യോഗദണ്ഡ് സ്വർണം കെട്ടാൻ കൊണ്ടുപോയത്. തന്റെ മകന് ജോലി ലഭിച്ചതിനുള്ള വഴിപാട് എന്ന നിലയിലാണ് അന്ന് ഇത് കൊണ്ടുപോകുന്നത്. ഇവ തിരികെ സ്ട്രോങ് റൂമിൽ എത്തിയെന്നത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടു പോലുമില്ല. 2018 വരെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും വെള്ളി കെട്ടിയതായിരുന്നു. എന്നാൽ ഇവയുടെ പൗരാണിക മൂല്യം എന്നത് വിലമതിക്കാനാകാത്തതാണ്. തിരികെ എത്തിച്ചതിൽ എത്ര ഗ്രാം സ്വർണം പൂശിയെന്നോ തിരികെ എത്തിച്ചപ്പോഴുള്ള അവയുടെ തൂക്കം എത്രയെന്നോ പോലും ദേവസ്വത്തിന്റെ അധികാരികൾക്ക് ഒരു നിശ്ചയവുമില്ല. പിണറായി സർക്കാർ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അമർന്നു നിൽക്കുമ്പോഴാണ് വീണ്ടും അയ്യപ്പനെ യോഗനിദ്രയിലാക്കാൻ അണിയിക്കുന്ന യോഗദണ്ഡും കടത്തിയെന്ന ഗുരുതരമായ ആരോപണം പുറത്തുവരുന്നത്. ഇത്തരത്തിൽ ഭക്തിമാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശബരിമലയുടെ പൈതൃക സ്വത്ത് വകകൾ ഇനി ആരെല്ലാം കവർന്നിട്ടുണ്ടാകാം എന്നത് വ്യക്തമല്ല. ശബരിമലയുടെ ദേവസ്വത്തിന് പോലും അവിടെ എന്തൊക്കെ ഉണ്ടെന്ന ധാരണകൾ ഇല്ല. അവയൊന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമില്ല എന്നത് അതിശയകരമാണ്. എന്തായാലും സ്വർണ്ണപ്പാളിയുടെയും മറ്റു മൂല്യമുള്ള വസ്തുക്കളുടെയും കണക്കെടുപ്പ് നടത്താൻ ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോഴറിയാം രേഖകളിലുള്ള എന്തെങ്കിലുമൊക്കെ ശബരിമലയിൽ മിച്ചം വെച്ചിട്ടുണ്ടോ എന്നത്.